മോളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓളെ എണ്ണ തേച്ച് അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു, അപ്പോൾ എന്നാൽ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് പോയി മോളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്ന്. ഓളെ കുളിപ്പിക്കൽ ഓൾക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ നിന്നു കേട്ടോ. കോറയും അതായത് റാഗിയും പിന്നെ ഒരു നട്ട്സ് പൗഡർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും പാടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കണേ. അങ്ങനെ വേറെ വേറെ മാറ്റി മാറ്റി കൊടുക്കലാണ് ഡെയിലി. അങ്ങനെ ഓൾക്ക് ഫുഡ് കൊടുക്കൽ കഴിഞ്ഞാൽ ഓളൊക്കെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ ബാക്കി വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടോ. തക്കാളിയും കുറച്ച് ക്യാരറ്റും പച്ചമുളക് അങ്ങനെയൊക്കെ അരിഞ്ഞ് വെച്ചു. പിന്നെ ചിക്കനിൽ ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ മസാല പുരട്ടി വെക്കലുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ കൂടുതൽ ടേസ്റ്റുള്ള പോലെ തോന്നിയത് ഞാൻ അങ്ങനെ മസാല ആദ്യം പുരട്ടി വെക്കലുണ്ട്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഇതുപോലെ ആരെങ്കിലും ചിക്കന് മസാല പുരട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുകൊണ്ടോ, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് നെയ്ച്ചോറ് വെക്കുന്നത്. പ്രോപ്പർ നെയ്ച്ചോറൊന്നുമല്ല, ഒരു തട്ടിക്കൂട്ടില്ല വെജിറ്റബിൾസ് ഇട്ടിട്ടുള്ള ഒരു നെയ്ച്ചോറാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഉണ്ടാക്കണോണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. നേരാകുമോ അത് നേരാവില്ല, പെട്ടെന്ന് വേവേറി പോവുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതും കുറച്ച് കറി ലീവ്സ് ഒരു കളർഫുള്ളിന് അതൊക്കെ ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കി. കുക്കറിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാൽ പെട്ടെന്ന് ആവും ചെയ്യുമല്ലോ. ഒറ്റ വിസിലുള്ളൂ കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സിമ്മിലിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഓഫാക്കി കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് പപ്പടം കൂടി പൊരിച്ചെടുക്കാമെന്ന് കരുതിയിരുന്നു. പിന്നെ വേഗം പണികൾ വേഗം ബാക്കിയുള്ള പണികൾ വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് നെയ്ച്ചോർക്ക് നല്ല പപ്പടം വേണം. ഞാൻ നല്ല പപ്പടം കൂട്ടും. സാധാ നോർമലി അല്ല, നെയ്ച്ചോറ് അതുപോലെ ബിരിയാണി തേങ്ങാച്ചോറ് അതൊക്കെ ഞാൻ അത്യാവശ്യം നല്ല പപ്പടം കൂട്ടും. അങ്ങനെ കുറച്ച് അധികം പപ്പടം വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മോൾക്ക് വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം കുളിപ്പിക്കാനുള്ളത്. പിന്നെ ഫൈനലി നമ്മളെ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം കേട്ടോ. പേടിച്ചിട്ട് തുറന്നതന്നെ വേറി പോയിട്ടുണ്ടാവുമോ എന്ന് കരുതിയിട്ട്. പക്ഷേ പെർഫെക്റ്റ് നല്ല പെർഫെക്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളറ് ആരും മൈൻഡ് ചെയ്യണ്ട. ഇതിൻ്റെ മസാലപ്പൊടി ചേർത്തുകൊണ്ടാണ് കേട്ടോ കളർ അങ്ങനെ ആയത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അപ്പം തന്നെ വേഗം പെട്ടെന്ന് കഴുകിയെടുത്ത പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരാനും തുടക്കാനൊക്കെ നിന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു.